മുണ്ടക്കായ് ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ തീരുമാനമുടൻ അറിയിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സാലി മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാലി, മുണ്ടക്കായ് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലുള്ള നിലപാടുകൾ ഹൈക്കോടതി തേടിയപ്പോഴൊക്കെയും കൃത്യമായി സമയബന്ധിതമായി അതൊന്നും അറിയിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തൊരു പശ്ചാത്തലമുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ദുരന്തബാധിതരുടെ വായ്പയുടെ കാര്യത്തിലും ഉടനടി തീരുമാനം അറിയിക്കണമെന്നതാണ് ഹൈക്കോടതി കേന്ദ്രത്തിനോട് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ചകളിൽ ഡിവിഷൻ ബെഞ്ച് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സ്വമേധയാ എടുത്ത ഹർജികൾ പരിഗണിക്കുന്നുണ്ട്. അതിൽ ഇന്ന് പരിഗണിച്ചപ്പോഴാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ സർക്കാർ അറിയിച്ചത്. അപ്പോൾ സർക്കാർ ഒരു കാര്യം വ്യക്തമാക്കി, ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഒപ്പം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ വായ്പ എഴുതിത്തള്ളുന്നതിൽ ബാങ്കുകൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് അനുകൂലമായൊരു നിലപാടുണ്ടായിട്ടില്ല. പല ബാങ്കുകളിലും ഇത്തരം ആളുകൾക്കെതിരെ നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം വരെയുണ്ട്. പക്ഷെ കേന്ദ്ര സർക്കാരിന് നയപരമായ തീരുമാനം അക്കാര്യത്തിൽ ഉണ്ടാവാത്തത് കൊണ്ട് ബാങ്കുകളിൽ ഇക്കാര്യത്തിൽ സഹകരണം ഉണ്ടാവുന്നില്ല എന്ന കാര്യം സംസ്ഥാന സർക്കാർ അറിയിച്ചു. അപ്പോഴാണ് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ഇക്കാര്യം നിർദ്ദേശിച്ചത്. അതായത് ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ എന്താണ് നിലപാട് അല്ലെങ്കിൽ എന്താണ് തീരുമാനം എന്ന് കോടതിയെ തന്നെ അറിയിക്കാനാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ദിവസം കേസ് പരിഗണിക്കുമ്പോൾ, അടുത്ത വെള്ളിയാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കണം എന്നാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടുതലായി ഇപ്പോൾ സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലാണ്. കൂടുതലായി എന്തെങ്കിലും കാര്യങ്ങൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടലുമായി കണക്ട് ചെയ്തുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ സാലി? മറ്റു കാര്യങ്ങളിലേക്കൊന്നും കോടതി കടന്നിട്ടില്ല. ഇന്ന് വന്നത് പ്രധാനമായി ഇത് തന്നെയാണ്. ബാക്കി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തുടർ പ്രവർത്തനങ്ങൾ സർക്കാർ നേരത്തെ തന്നെ കോടതി അറിയിച്ചിരുന്നു. അത് കോടതിയുടെ കൈവശമുണ്ട് താനും. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികളിലേക്കൊന്നും കടന്നില്ല. ഇന്ന് പ്രധാനമായും പരിശോധിച്ചത് ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യം തന്നെയാണ്. അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാടില്ലായ്മ സംസ്ഥാന സർക്കാർ കോടതി അറിയിച്ചു. അപ്പോഴാണ് ഇക്കാര്യത്തിൽ ഉടൻ തന്നെ എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി അടുത്ത ദിവസം കേസ് പരിഗണിക്കുമ്പോൾ ഈ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ എഴുതിത്തള്ളുമോ അല്ലെങ്കിൽ എഴുതിത്തള്ളുന്നതിൽ എന്താണ് നിലപാട് എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിക്കേണ്ടി വരും. കോടതി അപ്പോൾ എന്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ രൂക്ഷ വിമർശനം.